തുറന്നുള്ള സമയം നമുക്ക് ദൈവവചനം ധ്യാനിപ്പാൻ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവ പാദപീഠത്തെങ്കിൽ നമുക്കായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ സങ്കീർത്തനം പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും അതിൽ കൂടിയുള്ള ദൈവിക ആലോചനകൾ നമ്മൾ ശ്രവിച്ചതുമായ ദൈവവചനമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 12-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. സ്തോത്രം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. സ്തോത്രം. സ്തോത്രം. ദൈവം എഴുന്നേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. സ്തോത്രം. രക്ഷയ്ക്കായി കാംക്ഷിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അൻപത്തിമൂന്നാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവൻ എവിടുന്നാണ് രക്ഷ വരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അപ്പൊ രക്ഷ എവിടുന്നാ വരുന്നത്? ഭൂമിയിൽ നിന്നല്ല. രക്ഷ വരുന്നത് സിയോനിൽ നിന്നാണ് രക്ഷ വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഇന്ന് വളരെ പുണ്യകർമ്മങ്ങളും തീർത്ഥാടനങ്ങളും നേർച്ചകാഴ്ചകളും വഴിപാടുകളൊക്കെ അഹോരാത്രം അധ്വാനത്തോടുകൂടെ ചെയ്യുന്ന ചില സമയങ്ങളാണിപ്പോൾ. മനുഷ്യന് രക്ഷ ആവശ്യമാണ്. എന്നാൽ സിയോനിൽ നിന്നാണ് രക്ഷ വരുന്നത്. ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ കിട്ടും. സ്തോത്രം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷ സിയോനിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നാണ് വരുന്നത്. ആ രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ രക്ഷകനായ യേശു ഈ ഭൂമിയിൽ അവതരിപ്പിച്ച സമയം താൻ ഈ ഭൂമിയിൽ ആയിരുന്ന തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തൻ്റെ പ്രവർത്തികളും തൻ്റെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും കണ്ട ശിഷ്യന്മാർ യേശുവിനോടുള്ള ജനത്തിൻ്റെ പ്രതികരണം കണ്ടിട്ട് സ്തോത്രം യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോൾ ഒരുത്തൻ അവനോട് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് അവനോട് ചോദിച്ചു. അങ്ങ് രക്ഷകനായിട്ടാണല്ലോ ഈ ഭൂമിയിൽ വന്നത്. സർവ്വലോകത്തിൻ്റെയും രക്ഷകനായി അങ്ങ് ഈ ഭൂമിയിൽ പിറന്നു. ആ രക്ഷകനായ ദൈവത്തെ വിശ്വസിക്കാൻ അങ്ങ് എത്രയോ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ ആഴമായിരുന്ന് ചിന്തിക്കേണ്ട ഒരു വചനമാണത്. ദൈവസഭയിൽ ഒത്തിരി പേരുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ടവർ ചുരുക്കമാണ്. സ്തോത്രം. വചനം ഒത്തിരി പേര് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ, അത്ഭുത വിടുതലുകൾ ഒത്തിരി പേർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും ഒരു രക്ഷയുടെ സന്തോഷം ഒത്തിരി പേരുടെ മുഖത്തൊന്നും ഇല്ല. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചപ്പം കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവീ. സ്തോത്രം. കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഇന്ന് നമ്മൾ ആഴമായ ആ പദം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. രക്ഷിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണം? അതിന് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടണം. ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യ പ്രവേശനമാണ് രക്ഷയെന്ന് പറഞ്ഞാൽ. അതാണ് ഒരു മനുഷ്യനെ രക്ഷ. ഒരു വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല. വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി, ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി അടുത്ത മാസം എന്ത് ചെയ്യാം? അവൻ മരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം ലഭിച്ചവരാരും മരിക്കാതിരുന്നിട്ടില്ല. അപ്പം ഒരു അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ വീണ്ടും അതിനകത്ത് തന്നെ അകപ്പെടാറുണ്ട്. എന്നാൽ ആ രക്ഷയെക്കുറിച്ചല്ല പറഞ്ഞത്, നിത്യജീവനെ സ്തോത്രം. അതിന് കർത്താവ് പറഞ്ഞതാണ്, അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. രക്ഷ സൗജന്യമാണ്, അത് വിശ്വാസത്താലും ദൈവത്തിൻ്റെ കൃപയാലും ലഭിക്കുന്നതാണ്. പക്ഷേ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. മോക്ഷത്തിലേക്കും രക്ഷയിലേക്കും ദൈവരാജ്യത്തിലേക്കും പ്രവേശിക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇടുക്കമുള്ള വഴിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ എന്ത് ചെയ്യണം? പോരാടണം. ആരതിനു വേണ്ടി മനസ്സ് വയ്ക്കുന്നു അവന് മാത്രമേ രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെടാൻ ഒരു പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു പോരാട്ടം കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ പോരാട്ടം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പോരാട്ടത്തിൽ ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കും. സ്തോത്രം. ഒന്നെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും, അല്ലെങ്കിൽ നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. അതാണല്ലോ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജയവുമുണ്ട് തോൽവിയുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ പോരാട്ടം കഴിക്കുന്നതിനിടയിൽ കർത്താവ് ഈ വചനം എഴുതി അവസാനിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് മാത്രമേ സ്വർഗീയ പ്രവേശനം ഉള്ളൂ, അത് സാധ്യമാകത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ജയിക്കണം? ഇടുക്കുവാതിലായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ മേൽ പോരാടി ജയിക്കുന്നവന് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നത്തെ ദൈവവചന കേൾവി കഴിയുമ്പോൾ ആർക്കൊക്കെ രക്ഷ കിട്ടും എന്ന് ഉറപ്പിച്ചോണം കേട്ടോ. ശരിക്കും ആ വചനപ്രകാരം ആർക്കൊക്കെ രക്ഷ കിട്ടും, ആരൊക്കെ രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം.
ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുന്നവർ ചുരുക്കമാണെന്ന കർത്താവ് പഠിപ്പിച്ചത്. ദൈവസ്തോത്രം. ഒന്നാമത് നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ ആ ആ നിക്കോദിമസിനോട് കർത്താവ് പറയുന്ന വചനമാണ്, നിക്കോദിമോസേ, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ആരാ രക്ഷിക്കപ്പെടുന്നത്? പുതുതായി ജനിച്ച വ്യക്തി. വളരെ ജ്ഞാനിയും ഉപദേഷ്ടാവും വളരെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ് നിക്കോദിമോസ്. ഈ നിക്കോദിമോസ് തൻ്റെ അറിവിൽ ചോദിച്ചു, ഇനിയും ഞാൻ അമ്മയുടെ ഉദരത്തിൽ, വൃദ്ധനായ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇനിയും കയറി ഇനിയൊരു ജനനമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെള്ളത്താലും ആത്മാവിനാലും. പ്രൈസ് ദി ലോർഡ്. വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്ന പ്രക്രിയയാണ് പുതുജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം. സ്തോത്രം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:15 വാക്യം. 1 കൊരിന്ത്യർ 4:15. 1 കൊരിന്ത്യർ 4 ഉണ്ടെങ്കിലും ഇല്ല. ഉണ്ടോ? പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭയെ ഞാൻ ജനിപ്പിച്ചത് സുവിശേഷത്താലാണ്. ഞാൻ നിങ്ങളെ ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് കൊച്ചുമക്കളില്ല. സ്തോത്രം. പേരക്കിടാങ്ങൾ ദൈവത്തിന് ഇല്ല. സ്തോത്രം. ഓരോ മക്കളും ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കണം. ദൈവം പറയത്തില്ല ഇത് എൻ്റെ മകൻ്റെ മകൻ്റെ മകനാന്ന് പറയുമോ? ഒരിക്കലും ആ ബന്ധം സ്വർഗത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലുള്ള ബന്ധം വ്യക്തിപരമായ ബന്ധമാണ്. ഓരോ മക്കളും എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. സുവിശേഷത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ എന്ത് ചെയ്യണം? ഓരോ മക്കളും പുതുതായി ജനിക്കണം. ഒന്നാമത്തെ ജനനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച ജനനമാണ്. നമ്മുടെ ഏജ്, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചതാണ് ഒന്നാമത്തെ ജനനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ ജനനം ആർക്ക് ലഭിക്കുന്നു? അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. പാസ്റ്ററുടെ മകനായി ജനിച്ചത് കൊണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ മക്കളായി ജനിച്ചത് കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ആമേ. ദൈവത്തിൻ്റെ വചനത്താൽ സുവിശേഷത്താൽ ഒരു വ്യക്തി ജനിച്ചെങ്കിൽ മാത്രമേ അവന് ദൈവത്തിൻ്റെ മകനാകുവാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ ദൈവവചന കേൾവിയിലൂടെ, ദൈവവചന പാരായണങ്ങളിലൂടെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് ആ വ്യക്തി ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ആ യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും ദൈവമായി വാഗൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭ എൻ്റെ സുവിശേഷത്താലാണ് എന്ത് ചെയ്തത്? അവർ ജനിച്ചത്. ആമേൻ. പത്രോസ് പറയുന്നു, നിങ്ങൾ വായിച്ചേ. പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതിന് പാരമ്പര്യമൊന്നുമില്ല.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം എന്ത് ചെയ്യണം? ജനിക്കണം. ദൈവവചനം എൻ്റെ ഉള്ളിൽ കയറണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, കേൾക്കുന്ന വചനം കേട്ടു പോകുകയല്ല, ആ വചനം എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കയറിയിട്ട് ആ വചനപ്രകാരം ഞാൻ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതലായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ജനിക്കാനുള്ള പോരാട്ടമാണ് നമ്മുടെ സൺഡേ സ്കൂള്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ പുതുതായി ജനിപ്പിക്കാനുള്ള പോരാട്ടം, അതിനുവേണ്ടി എത്ര മാതാപിതാക്കൾ റിസ്ക് എടുക്കുന്നുണ്ടല്ലേ? സ്തോത്രം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ കുഞ്ഞുങ്ങളെ ട്യൂഷനും കോളേജിലേക്കും വിടുന്ന കാര്യമല്ല പറയുന്നത്. സ്തോത്രം. അവർ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അവിടത്തേക്ക് പ്രവേശനത്തിന് സാധ്യമല്ല. അവരെ ദൈവവചനം പഠിപ്പിക്കാനും ദൈവിക ഭയഭക്തിയിൽ യഥാർത്ഥ രക്ഷകനെ കണ്ടുമുട്ടി ദൈവരാജ്യ പ്രവേശനത്തിന് അവർക്ക് ദൈവവചനത്താൽ ഒരു ജനനമുണ്ടാകാൻ, പ്രൈസ് ദി ലോർഡ്, എത്രമാത്രം ആവേശവും ആത്മഭാരവും ഓരോ മാതാപിതാക്കൾക്ക് വേണമെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ എന്ത് ചെയ്യുക? പ്രസവ വേദനപ്പെടുകയാണ്. ഒരു അമ്മയ്ക്കറിയാം, സ്തോത്രം, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വേദന എത്രയാണെന്നറിയാം. ഇതുപോലെ ഒരു വേദന അനുഭവിക്കണം ഒരു കുഞ്ഞ് ദൈവവചന പ്രകാരം വീണ്ടും ജനിക്കാൻ. സ്തോത്രം. നമ്മുടെ മക്കൾ ഈ ലോകത്തിന്റെ ശ്രേഷ്ഠമായ നെറുകയിൽ ചെന്നില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ എൻ്റെ കുഞ്ഞ് കാണണമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ആ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉപവസിക്കണം. മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കരയണം, അതിനുവേണ്ടി പോരാട്ടം കഴിക്കണം. ഹല്ലേലൂയ. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഒരമ്മ ഒരു ഡെലിവറിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ എത്രയാണ്. കുഞ്ഞ് വചനപ്രകാരം ജനിക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ ദൈവവചനത്തിൻ്റെ വിത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കാതെ വണ്ണം അതിനെ ആഘോഷനാക്കി കളയുന്ന ഒരന്ധകാര ശക്തി ഈ ഭൂമിയിൽ വാഴുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ പ്രകാശന ശക്തിയോടെ പ്രകാശിച്ചിട്ട് ആ വചനപ്രകാരം വീണ്ടും ജനനം ലഭിക്കേണ്ടതിന് ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം, യാക്കോബിന്റെ ലേഖനം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിൻ്റെ വചനത്താൽ അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെടാൻ ആരെ കൊണ്ട് പറ്റും? വചനപ്രകാരം ജനിച്ചവര്. മക്കളെ, സഭയിലേക്ക് വന്നവരൊക്കെ സ്തോത്രം പണ്ടൊക്കെ കൈപൊക്കിയാൽ മതിയായിരുന്നു. സ്തോത്രം. എല്ലാവരും കൈപൊക്കി, ആ കൂടെ ഞാനെന്ത് ചെയ്തു? ഞാനും കൈപൊക്കി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 20 വർഷം കഴിഞ്ഞിട്ട്
ഒരു കൺവെൻഷനിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹമുള്ള കൈവെക്കാൻ പറഞ്ഞ് അന്നേരം കൈവെക്കും. എന്തിനാണ് കൈവെക്കിയതെന്നോ എങ്ങനെയാണ് ഞാൻ സഭയിലേക്ക് വന്നതെന്നോ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനത്താൽ എനിക്കൊരു ജനനം ലഭിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ജനനം നടന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഭയിൽ ഒരു ആത്മീക കുഞ്ഞായി നിങ്ങൾ പിറന്നു വീഴിരിക്കും. ആ ദിവസമാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, സ്പിരിച്വൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ട തീയതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് എത്ര പ്രായമായാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എത്ര പ്രായമായാലും, പ്രൈസ് ദി ലോർഡ്, ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യണം? വചനപ്രകാരം വീണ്ടും ജനിക്കണം. അവർക്ക് മാത്രമേ സ്വർഗരാജ്യ പ്രവേശനമുള്ളൂ. അതിനുവേണ്ടി പോരാടണം, രക്ഷിക്കപ്പെടാൻ പോരാടണം. സമയമാകുമ്പം അങ്ങ് രക്ഷിക്കപ്പെട്ടോളും, സമയമാകുമ്പം സ്നാനപ്പെട്ടോളും. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ഒരിക്കലും അതിന് മുമ്പിൽ നമ്മളൊരു മുടന്തൻ ന്യായം പറയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നാളെ അങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുന്ന ഒന്നാമത്തെ കാരണം വീണ്ടും ജനിക്കണം. അത് വചനപ്രകാരം ജനിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമേൻ. അടുത്തത് നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 10:37. ആ ആ ആ ആ സ്തോത്രം. സ്വർഗരാജ്യം ആർക്ക് ലഭിക്കും? കർത്താവ് രണ്ടാമത് മറുപടി പറഞ്ഞു. ഇതും വളരെ പോരാട്ടം കഴിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിലെ ബന്ധങ്ങളെക്കാൾ വലിയ ബന്ധമാകണം ദൈവവുമായുള്ള ബന്ധം. സ്തോത്രം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് അവനെ വേണ്ടെന്ന്, അവന് രക്ഷ കിട്ടത്തില്ല. സ്തോത്രം. ഒരു മാനുഷികമായ ഒരു ചൊല്ലുണ്ട്. ഭൂമിയിലെ കാണപ്പെട്ട മാതാപിതാക്കന്മാരാണ് ആര്? ദൈവം. സ്തോത്രം. അത് ഒരർത്ഥത്തിൽ ഒരു ഭാഗം വരെ കറക്റ്റ് ആണെങ്കിലും പൂർണ്ണമായും കറക്റ്റ് അല്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, സ്വർഗരാജ്യത്തിൽ എന്നോട് കൂടെ ഇരിപ്പാൻ യോഗ്യനല്ല. കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് എൻ്റെ അപ്പനും അമ്മയും തടസ്സമാകുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ തടസ്സം ഓവർകം ചെയ്യാൻ പോരാട്ടം കഴിക്കുന്നവനാണ് ദൈവത്തിന് യോഗ്യനാകുവൻ. അവന് മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പനമ്മയും പറയുക, നീ സ്നാനപ്പെടരുത്, നീ യേശുവിനെ വിശ്വസിക്കരുത്, നീ ദൈവവചനം വായിക്കരുത്, നീ ഉപവസിക്കരുത്, നീ ആരാധിക്കരുത്. സ്തോത്രം. എന്നൊക്കെ അപ്പനും അമ്മയും പറഞ്ഞാൽ, അപ്പനും അമ്മയും പറഞ്ഞതല്ലേ, അത് വേദവാക്യമായി ഏറ്റെടുത്ത് അതിനും പ്രകാരം ജീവിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറയുകയാണ്, നീ എനിക്ക് യോഗ്യനല്ല, നീ എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പോരാട്ടം കഴിക്കുന്ന സമയത്താണ് അപ്പനും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉലയുന്നത്. അപ്പൻ പറയും, നീ എൻ്റെ മകനല്ലെന്ന്. അമ്മ പറയും, ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, നീ എൻ്റെ മകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയിൽ ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചവ എന്ന എൻ്റെ കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി. അങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് വെച്ച്
മാതാപിതാക്കളോടുള്ള ബഹുമാനമോ സ്നേഹമോ ആദരവോ കുറയത്തില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് എൻ്റെ അപ്പനോ അമ്മയോ എനിക്ക് ഒരിക്കലും തടസ്സമാകത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി പേര് പറഞ്ഞിട്ട് പാസ്റ്ററെ അപ്പനും അമ്മയും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെടാം. സ്തോത്രം. അവരുടെ കാലം കഴിഞ്ഞിട്ട് ഞാനൊന്ന് രക്ഷിക്കപ്പെടാം. സ്തോത്രം. അവർ ജീവനോടെ ഇരിക്കുമ്പം അവരെ ദുഃഖിപ്പിച്ചിട്ട് അവരെ പ്രയാസപ്പെടുത്തിയിട്ട് എങ്ങനെ ഞാൻ സ്റ്റെപ്പുകൾ വയ്ക്കും? കർത്താവ് നിന്നോട് പറയുന്ന വാക്ക് ഇപ്രകാരമാണ്: എന്നേക്കാൾ ഉപരി നിനക്ക് വേണ്ടി ജീവൻ തന്ന കാൽവരിയിൽ നിനക്ക് വേണ്ടി മരിച്ച് നിന്റെ രക്ഷയുടെ വഴി ഓപ്പണാക്കി തന്ന സ്വർഗീയ വഴിയായ എന്നേക്കാൾ നിന്റെ അപ്പനെയോ അമ്മയോ നീ ഇന്ന് പ്രിയപ്പെടുന്നെങ്കിൽ നീ എനിക്കുള്ളവൻ അല്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. അടുത്ത കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നതാണ്: എന്നേക്കാൾ അധികം മക്കളെ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇതൊക്കെ പോരാട്ടം കഴിക്കേണ്ടതാ. ചിലർക്കൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ജീവനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞു വന്ന് നമ്മുടെ മുഖത്തിട്ട് ഇങ്ങനെ മാന്തുക. സ്തോത്രം. പതുക്കെ ഒരു കണ്ണ് തുറന്നിട്ടുണ്ടാവും, ചെറിയൊരു ഞുള്ളു വെച്ച് കൊടുത്താൽ വീട്ടിൽ ചെന്നിട്ട് നല്ലതുപോലെ ഉപദേശിക്കുകയും വേണം. മോനെ, പപ്പ ആരാധിക്കുമ്പം, പപ്പ പ്രാർത്ഥിക്കുമ്പം ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഇച്ചിരി താമസിച്ചാണ് വരുന്നെങ്കിൽ ആരാധിക്കുന്നവനെ തോണ്ടിയിട്ട് സ്തോത്രം പറയാൻ നിൽക്കരുത്. ആരാധിക്കുന്നവനെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് സ്തോത്രം ഞാൻ വന്നു പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കരുത്. അവൻ്റെ ആരാധന ഉഴപ്പരുത്. സ്തോത്രം. കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിലും ഓക്കെ, വരുന്ന വഴിക്ക് കൈ കൊടുത്തിട്ട് പോരാ. സ്തോത്രം. ചിലരുണ്ട് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് പോകണം, ഈ അറ്റം മുതൽ കൈ കൊടുക്കുക. സ്തോത്രം. അവസാനം ഇരിക്കുന്ന വ്യക്തിയെ വരെ കൈ കൊടുത്ത് കുലുക്കിയിട്ടാണ് പോകുന്നത്. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുമ്പം ആ ആരാധന ഒരിക്കലും അലക്ഷ്യമാക്കരുത്. എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ കവരുന്ന എല്ലാറ്റിനെയും അകറ്റി നിർത്തണം. അത് സ്വന്തം മകനാണെങ്കിലും മകളാണെങ്കിലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പദ്ധതിക്ക് അവൻ തടസ്സം വരുന്നെങ്കിൽ അതിനെ ശാസിക്കണം, അതിനെ അകറ്റി നിർത്തണം. അങ്ങനെ നീ പ്രിയപ്പെടുന്നെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. നീ എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. മക്കളുടെ പേര് പറഞ്ഞ് ഒരിക്കലും ആരാധന ഉപേക്ഷിക്കരുത്. ഒരിക്കലും ആരാധന ഉപേക്ഷിക്കരുത്. ദൈവമായുള്ള ബന്ധത്തിന് ഇതൊന്നും ഒരു ഉലച്ചിലുണ്ടാകരുത്. ഈ മക്കളും കുടുംബവും ഒക്കെ ഉണ്ടല്ലോ ദൈവമക്കളെ, ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. വെള്ളത്തിലെ കുമിളകൾ പോലെയുള്ളൂ മക്കളും ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ബന്ധുമിത്രാദികളെല്ലാം വെള്ളത്തിലെ കുമിള പോലെയുള്ളൂ. എന്നാൽ ഞാൻ യുഗായുഗം വാഴാൻ പോകുന്നത്, വസിക്കാൻ പോകുന്നത്, അമ്മേ സ്വർഗരാജ്യ പ്രവേശനം പോകുന്നത് എൻ്റെ യേശുവുമായുള്ള ബന്ധത്തിന് വേണ്ടിയാണ്. ആ ബന്ധത്തെ ഉലയ്ക്കുന്ന ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പനും അമ്മയും അതിന് തടസ്സമാകരുത്. പോരാട്ടം കഴിക്കണം. മകനോ മകളോ അതിന് തടസ്സമാകരുത്. അതിനുവേണ്ടി പോരാട്ടം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്തത്, തൻ്റെ ക്രൂശ് എടുത്ത്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഇന്ന് ഒത്തിരി പേര് കർത്താവിൻ്റെ ക്രൂശാണ് എടുക്കുന്നത്. അത് വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തതിൻ്റെ മിസ്റ്റേക്കുകളാണ്. കുരിശെന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിച്ച ആ കുരിശല്ല.
നീ എന്നെ അനുഗമിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കുരിശ്, അത് നിന്ദയാകാം, അവമാനമാകാം, ഒറ്റപ്പെടുത്തലാകാം, ആക്ഷേപമാകാം, അത് നീ സന്തോഷത്തോടെ നിന്റെ തോളെ വഹിക്കണം. കർത്താവിനെ അറിഞ്ഞ് സത്യം അറിഞ്ഞ അർത്ഥം മനസ്സിലാക്കിയപ്പം ആഭരണങ്ങൾ ഊരിയ സഹോദരിമാർ, നിങ്ങൾക്ക് അന്ന് കിട്ടിയ ഒരു കുരിശുണ്ട്, ഇന്ന് നിങ്ങൾ ചുമക്കുന്നില്ലേ? ചുമക്കണം. ഒരു ദിവസം ഞാൻ പറയാം ആഭരണത്തെക്കുറിച്ച്. എല്ലാവരും ഒന്ന് അറിയണം. പലരുടെ ഉള്ളിൽ പല സംശയങ്ങളും ചിന്താഗതികളൊക്കെ കയറി വരുന്നുണ്ട്. ആഭരണം ധരിക്കണോ വേണ്ടയോ, എന്താ അതിൻ്റെ കുഴപ്പം എന്നൊക്കെ നമ്മളൊന്ന് ശരിക്കും എല്ലാവരും ഒന്ന് അറിയണം. നമ്മുടെ മക്കളടക്കം ഒന്ന് അറിയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ അനുഗമിക്കുന്നവർക്ക് തന്ന ഒരു ക്രൂശുണ്ട്. അത് വിശ്വസ്തയോടെ നീ ചുമന്ന് ചുമന്നോട് നിന്നാ പോരെ, എന്ത് ചെയ്യണം? ചുമന്നോണ്ട് കർത്താവിനെ അനുഗമിക്കണം, കർത്താവിൻ്റെ പിന്നാലെ പോകണം. സ്തോത്രം. അല്ലാത്തവനും എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി പറയണം. ദൈവം തരുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി പറയണം. ദൈവം അനുവദിക്കാതെ നിനക്കൊരു കുരിശുണ്ടാകുന്നില്ല. ഏതെങ്കിലും ഭാരം കർത്താവിൻ്റെ പേരിൽ ഇന്ന് പലക്കാലം ചുമക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, അത് ദൈവം നിനക്ക് തന്ന ക്രൂശാണ്. ഈ മാർഗത്തിൽ ദൈവം അനുവദിച്ച ക്രൂശാണ്. ഇത് നീ അധികം നാൾ ചുമക്കേണ്ടി വരത്തില്ല. കുരിശു ചുമന്ന കർത്താവിന് ഒരു ഉദ്ധാരണം ഉണ്ടായതുപോലെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായതുപോലെ, കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ കുരിശു ചുമക്കുന്ന നീ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 39ാമത്തെ വാക്യം അതിന്റെ തന്നെ. സ്തോത്രം. എൻ്റെ നിമിത്തം ജീവനെ കളയാൻ നീ തയ്യാറാകണം. എങ്കിലേ നിനക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. രക്ഷ, സ്വർഗരാജ്യം കണ്ടെത്തണമെങ്കിൽ എൻ്റെ നിമിത്തം നിന്റെ ജീവനെ വരെ നീ എന്ത് ചെയ്യണം? ത്യജിക്കണം. പിന്നെയാണോ അപ്പനെ അമ്മയും മക്കളെ? സ്തോത്രം. ഇന്ന് രക്തസാക്ഷികളൊക്കെ വളരെ വർദ്ധിക്കുക. നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ചുടു രക്തം ചിന്തുകയാണ്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ യേശുവിനെ തള്ളിപ്പറയുവോ അല്ല എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുവോ? സ്തോത്രം. ആ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യും? നമ്മുടെ മക്കൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും? നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവോ മക്കളെ? അല്ല, നിങ്ങളുടെ ജീവനെ നിങ്ങൾ കളയുവോ? ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. ആ പ്രതിസന്ധി വരാൻ പോകുക. തോക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന ആരാധന ഒന്ന് കണ്ടു നോക്കി. മൃഗീയമായ ക്രൂരമായ മർദ്ദനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള ആരാധന, അതൊക്കെയാണ് ഒറിജിനൽ ആരാധന കേട്ടോ. അന്ന് തമ്പേർ ഉണ്ടാകത്തില്ല, ഓർഗൻ ഉണ്ടാകത്തില്ല, നമ്മുടെ കൊയർ ഉണ്ടാകത്തില്ല, മൈക്ക് ഉണ്ടാകത്തില്ല, AC ഉണ്ടാകത്തില്ല. ആരാധിച്ച് 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 ചമ്മുന്തി പോലെ ജനങ്ങൾ അരഞ്ഞ് ചാകുന്ന അനുഭവങ്ങൾ. ആ സമയത്തും ആരാധിക്കുവോ ദൈവത്തെ? ജീവനെ കളയാൻ തയ്യാറാകുവോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്വർഗത്തിൽ കണ്ട ഒരു കാഴ്ച കർത്താവ് യോഹന്നാനെ കാണിച്ചു കൊടുത്തു. യോഹന്നാനെ, നീ ഇന്ന് തടവിലായിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ എൻ്റെ നാമത്തെ സ്നേഹിച്ചവരെ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം എന്ന് യോഹന്നാനോട് കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 6-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ.
അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കണ്ടോ, തങ്ങൾ പറഞ്ഞ ദൈവവചനം ഹേതുവായി കഴുത്ത് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. അവരെങ്ങനെയാ കഴുത്തറുത്തത്? ദൈവവചനത്തിന്റെ മുമ്പിൽ കുലുങ്ങാതെ പതറാതെ വചനത്തെ ഉയർത്തിപ്പിടിച്ചു, യേശുവിന്റെ സ്നേഹത്തെ ഉയർത്തിപ്പിടിച്ചു. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ജനിച്ച് ആ ജീവൻ, കിട്ടിയ നിത്യജീവൻ കളയാതെ അവർ മുറുകെ പിടിച്ചു. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് കഴുത്തറുത്ത് ഇവിടുത്തെ ജീവൻ പോയി, മാനുഷികമായ ജീവൻ പോയി. അവരെ യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായാൽ അവിടെ കാണുമോ ദൈവമക്കളെ? അല്ലേ? സ്തോത്രം. സാധാരണ പറയാറുണ്ട്, മൂർഖനാണോ ചേരയാണോ എന്ന് തിരിച്ചറിയാം അല്പം മണ്ണ് വാരിയിട്ടാൽ മതി. നമുക്ക് കഴുത്തൊന്നും ഇറക്കണ്ട. സ്തോത്രം. ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വാക്ക് വന്നാൽ അറിയാം ഞാൻ ആരാന്ന്. നമ്മുടെ സ്വഭാവമൊക്കെ അന്നേരം എന്ത് ചെയ്യും? തിളച്ച് മറിഞ്ഞ് പൊങ്ങി വരും. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ദൈവവചനം കയ്യിൽ പിടിച്ചിരിക്കെ ആ വചനത്തിനെതിരെ നീ നിലകൊള്ളണമെന്ന് ചില പ്രലോഭനങ്ങൾ വന്നപ്പോൾ, സ്തോത്രം, ഒരിക്കലും ഞാൻ അറിഞ്ഞ സത്യത്തിന് വിരോധമായി ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അരിഞ്ഞു വീഴ്ത്തി. അവരുടെ ആത്മാക്കൾ എവിടെയുണ്ട്? സ്വർഗത്തിൽ യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. അടുത്ത വാക്യം, 10-ാം വാക്യം. വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് ഈ ആത്മാക്കൾ ഒരു ചോദ്യം. വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഞങ്ങളെ വെട്ടിയവർ ഭൂമിയിലുണ്ട്, ഞങ്ങളെ പഴിച്ചവർ ഭൂമിയിലുണ്ട്, ഞങ്ങളെ കല്ലെറിഞ്ഞവർ ഭൂമിയിലുണ്ട്. അവർക്കൊക്കെ ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലവും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. എന്ന കർത്താവെ ഭൂമിയിലുള്ളവർക്ക് പ്രതികാരം കൊടുക്കാതെ നിൽക്കുന്നുവെന്ന് ഇവർ കർത്താവിനോട് ചോദിക്കുക. ഉടനെ കർത്താവ് പറഞ്ഞ ഒരു ആശ്വാസന മറുപടി ഉണ്ട്. അത് എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ട് വായിച്ച വാക്യം. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പം കൂടെ നീ സ്വസ്ഥമായി പാർക്കണം എന്ന് അരുളപ്പാടുണ്ടായി. അവർ തിടുക്കപ്പെടുക. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തെ മുറുകെ പിടിച്ച് രക്തസാക്ഷികളായി ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിച്ചവർ ഇന്നും ഭൂമിയിലുണ്ട്. എന്താ അവർക്ക് പ്രതികാരം ചെയ്യാത്തത്? അവർക്കെന്താ ന്യായവിധി ഇല്ലാത്തത്? നീ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയോ? കർത്താവിന് മറുപടി കേൾക്കണം. നിങ്ങളെപ്പോലെ കൊല്ലപ്പെടാനിരിക്കുന്ന നിങ്ങളുടെ സഹഭൃത്യന്മാർ വന്ന് ചേരാനുണ്ട്. ഇനിയും വചനത്തിന് വേണ്ടി അരയും തലയും മുറുക്കി നിൽക്കുന്ന എൻ്റെ ഭക്തന്മാർ ഭൂമിയിലുണ്ട്. പറയാറില്ലേ, എൻ്റെ തല വെട്ടിയിട്ടാലും 5 മണിക്കൂർ ആ തല അവിടെ കിടന്നുകൊണ്ട് സുവിശേഷം പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ സഹഭൃത്യന്മാർ ഭൂമിയിലുണ്ട്. അവരും കൂടെ വന്നു ചേരുവോളം നിങ്ങൾ സ്വസ്ഥമായിരിക്കുക. ഞാൻ ന്യായവിധി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ ഉടുപ്പേൽ അല്പം ചെളി വാരി എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യം കളയരുത് കേട്ടോ. സ്വർഗരാജ്യം കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അപമാനിക്കപ്പെട്ടു, ഞാൻ നിന്ദിക്കപ്പെട്ടു, ഞാൻ ചെയ്തതിന് ഒരു കണക്കുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങേ കരയിൽ ചെല്ലുമ്പം നാം അറിയും നാം നേടിയത് എന്താണെന്ന്. ഇവിടെ എനിക്ക് ഒരു ആനുകൂല്യം ലഭിച്ചില്ലെങ്കിലും, ഇവിടെ എനിക്ക് ഒരു പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും തളർന്നു പോകരുത്. അങ്ങേ കരയിൽ നിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രക്ഷകനുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹം, വിടുവിക്കപ്പെട്ടവരുടെ ഒരു സമൂഹം നിന്നെ കാത്തു നിൽപ്പുണ്ടെന്ന് വിശ്വാസമുള്ളവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീടി കൊണ്ടു മരിച്ചവ അന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടീടി കൊണ്ടു മരിച്ചവ അന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാ മൽപ്രേമ കാന്തനെ കാണാൻ. ഹല്ലേലൂയ. അപ്പം കഷ്ടതയും കല്ലേറും അടിയും ഇടിയും വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. പോരാട്ടം കഴിക്കണം, പോരാട്ടം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊച്ചു കൊച്ചു വിഷയങ്ങളുടെ മുമ്പിൽ പിന്മാറിപ്പോയവരുണ്ട്, കൃപാവരങ്ങൾ നിന്നുപോയവരുണ്ട്, ജ്വലിക്കാതെ നിൽക്കുന്നവരുണ്ട്, മടുത്ത് ഏറ്റവും ക്ഷീണിച്ച് മാറിയിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വ്യക്തമായി മനസ്സിലാക്കണം. നിന്റെ ജീവനെ കളയാൻ നിനക്ക് തയ്യാറില്ലെങ്കിൽ, മനസ്സില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? യഹൂദ ബാലന്മാർ പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഈ തീരുമാനമായിരിക്കണം ദൈവമക്കളുടെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യ പ്രവേശനമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 5 വായിച്ച്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആരാണ് സ്വർഗരാജ്യ പ്രവേശിക്കുന്നത്? മത്തായി 5:20. ഇത് നമ്മൾ വളരെ ആഴമായിട്ട് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയുടെ അംഗമൊക്കെ ആയെങ്കിലും കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കത്തില്ല. സ്തോത്രം. എന്താണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്ന് വായിച്ചേ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്താണ്? ആ നീതിയെ കവിയണം. 23-ാം അധ്യായം 23-ാമത്തെ വാക്യം. മത്തായി 23:23. ആ ആ ആ ആ ആ സ്തോത്രം. നോക്കുക, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്ന് പറഞ്ഞാൽ അവർക്കുള്ളതിനെല്ലാം അവർ ദശാംശം കൊടുക്കുമായിരുന്നു. സ്തോത്രം. ദശാംശം കൊടുക്കുമായിരുന്നു. പതാരം.
അവിടെ കൃഷി വകകളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് തുളസി, ചതകുപ്പ, ജീരകം, ഇവയിൽ എന്ത് ചെയ്യും? അവർ നല്ലപോലെ പതാരം കൊടുക്കുമായിരുന്നു. സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 42-ാമത്തെ വാക്യം. ലൂക്കോസ്. കപടഭക്തിക്കാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. നോക്കുക, പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അന്നത്തെ കപടഭക്തിക്ക് ദൈവം തമ്പുരാൻ ഒരു ഉദാഹരണമായി പറഞ്ഞ ജീവിതങ്ങളാണ് പരീശന്മാരും ശാസ്ത്രിമാരും. എല്ലാത്തിനും അവർ വളരെ വളരെ മുമ്പിലാണ്. പക്ഷേ വേണ്ടതൊന്നും അവർ നല്ലതുപോലെ ചെയ്തിരുന്നില്ല. സ്തോത്രം. അവരുടെ നീതി പ്രവർത്തികൾ അവർ വളരെ മുമ്പിലായിരുന്നു. സ്തോത്രം. ദേവാലയത്തിൽ അവരുടെ പേരാണ് ഏറ്റവും ശക്തമായി മുമ്പിൽ നിൽക്കുന്നത്. അവർ കൊടുക്കുന്ന കാര്യത്തിൽ അവർ മുമ്പിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ തുളസി, അരൂത, എല്ലാ ചീരയിലും അവരെന്ത് ചെയ്യുമായിരുന്നു? പതാരം കൊടുക്കുമായിരുന്നു. സ്തോത്രം. ഏതൊക്കെ ചീരയുണ്ടോ അതിൻ്റെ എല്ലാ ചീരയുടെയും പതാരം അവർ കൊടുക്കുമായിരുന്നു. സ്തോത്രം. ആമേൻ. നമുക്കതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു പരീശൻ്റെ പ്രാർത്ഥനയിൽ വരെ അവൻ ചെയ്യുന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 18-ാം അധ്യായം 10-ാമത്തെ വാക്യം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ വാഴ്ത്തുന്നു. പരീശന്റെ നീതി നോക്കണം. ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കും. അവരുടെ നീതിയെ കവിയണം. ഉപവാസത്തിൽ ദൈവമക്കൾ മുമ്പിൽ നിൽക്കണം. ഒന്ന്. അടുത്തത്, നേടുന്നതിലൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പതാരം കൊടുത്തു വരുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, പരീശന്റെ നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ദശാംശം നീ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ലെന്ന്. ഒന്നാഴമായിട്ട് ഈ വചനമൊന്ന് ചിന്തിക്കേണ്ടത്. ദൈവമേ, ഞാൻ ദശാംശം കൊടുത്തില്ല എന്ന കാരണത്താൽ സ്വർഗരാജ്യം എനിക്ക് നഷ്ടപ്പെടുമോ? പരീശന്റെ നീതി 10-1 പുതിയ നിയമസഭ, പരീശനും ശാസ്ത്രിമാരൊക്കെ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ അതിനെ കവിയുന്നത് എന്താണെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്ത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. പതാരമല്ല, ദശാംശമല്ല, ഓഹരി കൊടുക്കണം. ഓഹരി. സ്തോത്രം. ഓഹരി എന്ന് പറഞ്ഞാൽ എന്തുവാ? തുല്യത എന്നർത്ഥം. തുല്യത. 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്കും ഓഹരി കൊടുക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ പേരിലൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവന്, വചനം പഠിക്കുന്നവർ അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആമേൻ. സ്തോത്രം. എല്ലാ നന്മയിലും എന്ത് ചെയ്യണം? ഓഹരി കൊടുക്കണം. ഇത് പരീശന്റെ നീതിയെ കവിയുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുവാണെങ്കിൽ
ശ്രദ്ധിച്ചോണം. സ്വർഗരാജ്യം കാണത്തില്ല. ഇനി അതിൻ്റെ താഴെ കാണുമോ ഇല്ലയോ എന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ചേ. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഉണ്ടോ? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നിൽക്കരുത്. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തെ പരീക്ഷിച്ചുകൂടാ. മലാക്കി പ്രവാചകനാ പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കാൻ ദശാംശ കാര്യത്തിൽ. ഇവിടെ പൗലോസ് പറയുക ദൈവത്തെ പരിഹസിക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പരിഹസിക്കരുത്. കാരണം ഈ ഓഹരി കൊടുക്കുന്നതും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഇത്ര സമ്പന്നനായ ദൈവത്തിന് നമ്മുടെ സ്വത്രാഴ്ച വേണമെന്ന്. ഇവിടുത്തെ ദൈവദാസന്മാരുടെ ഉപജീവനത്തിന് വേണ്ടി കർത്താവ് വെച്ച വ്യവസ്ഥയാണിത്. ഈ വ്യവസ്ഥയോട് ഞാൻ എന്ത് ചെയ്യണം? മറുതലിക്കാതെ വിശ്വസ്തയോടെ ഞാൻ നിൽക്കണം. സ്തോത്രം. അപ്പം ചിന്തിച്ചാൽ മതി, കർത്താവേ, എൻ്റെ ദൈവദാസന് ഞാൻ എല്ലാ നന്മയുടെയും ഓഹരി ഞാൻ കൊടുക്കുന്നുണ്ടോ? അതിന് ഞാൻ എത്രമാത്രം പോരാട്ടം കഴിക്കുന്നുണ്ട്? കൊച്ചുനാളിൽ ഒരു മുട്ടയെടുത്തതിന് എൻ്റെ കൈക്കിട്ടൊരു കൊട്ട് കിട്ടിയത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ പാട് ദൈവദാസന് വേണ്ടി വെച്ചതാ. ദാരിദ്ര്യമുള്ള കാലത്ത് ദൈവദാസൻ വരുമ്പം കട്ടൻ കാപ്പിയും മുട്ട പുഴുങ്ങിയതും കൊടുക്കുമായിരുന്നു. ഞാൻ ആ മുട്ടയെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചതാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അന്നൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതുപോലെ മേശയാ, ഈ ഭാഗമൊന്നുമില്ല, ഇതുപോലെ ഓപ്പണാ. ഓരോ സഹോദരിമാർ വരുമ്പോൾ ഓരോ പിടി സഞ്ചി കാണും. അവിടെ മുട്ട കാണും, അരി കാണും, തേങ്ങ കാണും, മാങ്ങ കാണും. അവരുടെ ഓരോ എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അവസാന ദൈവദാസൻ ഇതിനു വേണ്ടി മൊത്തത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെയായിരുന്നു നമ്മുടെ സഭയുടെയൊക്കെ ആദ്യഘട്ടം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രിയുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഇനി അടുത്ത് വായിച്ചേ. കൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അടുത്തത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ജഡത്തിലല്ല കൊയ്യുന്നത്. ചിലരിക്കുന്നത് എന്തിനാ പാസ്റ്റർക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. പാസ്റ്റർക്ക് എന്തിനാ കൊടുക്കുന്നേ? ഇതെങ്ങനെ വിതയ്ക്കണം? ആത്മാവിൽ കൊയ്യണം. ഇത് ജഡത്തിൻ്റെ കണ്ണുകൊണ്ട്, ജഡത്തിൻ്റെ ബുദ്ധി കൊണ്ട്, ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ചെയ്യരുത്. ഇത് ആത്മാവിൽ വിതച്ചോണം. ഇതൊരു വിതയാ ദൈവമക്കളെ. ആത്മാവിൽ വിതയ്ക്കുന്ന ഒരു വിതയാ. എന്തിനാണെന്നറിയാവോ? ആത്മാവിൽ ഞാൻ ഇത് വിതച്ചാൽ എന്ത് ചെയ്യും? നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കാതിരുന്നാലോ നിത്യജീവൻ കിട്ടത്തില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം ചിന്തിച്ചേ, ദശാംശത്തിൻ്റെ പേരിൽ, ഓഹരിയുടെ പേരിൽ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുമോ? സ്തോത്രം. അടുത്തത്, ഈ നന്മ ചെയ്യുന്നതിൽ നീ മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവശ്യക്കാരെയൊക്കെ കണ്ടുവയ്ക്കണം. പലരും സംസാരിക്കും, ഓപ്പണായിട്ടൊന്നും പറയത്തില്ല, കുറിച്ചു വയ്ക്കണം. സഹവിശ്വാസികൾക്കും നീ നന്മ ചെയ്യണം. ഇതാണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ
പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലക്കാലം ഈ വചനം കേൾക്കുമ്പം ദൈവത്തോട് പറ, കർത്താവേ, ആ വിഷയത്തിൽ ഞാൻ പിടിക്കപ്പെടരുത്, ഞാൻ വഞ്ചിക്കപ്പെടരുത് എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഗത്തിൽ രണ്ട് കാര്യം കൊണ്ട് വേഗം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. 6-ാമത്തെ കാര്യമാണ് ചിന്തിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. സ്തോത്രം. നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ആ ആ ആ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു അപ്പച്ചനോ ഒരു അമ്മച്ചിയോ മരിച്ചുപോയി. കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ എങ്ങനെ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കും? ജീവനോടെ ഇരുന്നപ്പം ആ വ്യക്തിയിൽ വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് മരിക്കുന്നതുവരെ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ആത്മാവാണ് കാഹളനാദത്തിങ്കൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവാണ് എനിക്ക് രൂപാന്തര ശരീരം തരുന്നത്. ജീവനോടെ ഇരിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. സ്തോത്രം. അപ്പൊ സ്വർഗത്തിൽ ആരാ ഉള്ളത്? ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തികളെ സ്വർഗത്തിലുള്ളൂ. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അതുകൊണ്ടാണ് വീണ്ടെടുപ്പ് നാളിനായിട്ട് പരിശുദ്ധാത്മാവിനാ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? മുദ്രയിട്ടിരിക്കുന്നത്. ആ മുദ്രയുണ്ടോ? ആ മുദ്രയുണ്ടോ? മുദ്ര എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം അടയാളമാണ്. നിന്നെ ഞാൻ വീണ്ടെടുപ്പ് നാളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മടങ്ങി വരവിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് മുദ്രയിട്ടിരിക്കുകയാണ്. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. മക്കളൊക്കെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. നന്മ തിന്മകളെ തിരിച്ചറിയാൻ പ്രായമായാൽ പിന്നെ നിങ്ങൾ പിടിക്കപ്പെടും. നന്മ തിന്മ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പ്രായം ആയില്ലെങ്കിൽ കുഴപ്പമില്ല. സ്തോത്രം. കുഴപ്പമില്ല. പാപം എന്താണ്, ശരി ഏതാണ്, തെറ്റേതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രായമാകുന്ന ആ പ്രായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. വിശ്വാസ സ്നാനം സ്വീകരിക്കണം. വിശുദ്ധിയിലും വേർപാടിലും ഈ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാട്ടം കഴിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം 6-ാമത് വായിച്ചത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ദൈവത്തിന് സ്തോത്രം. ഇനി 7-ാമത്തെ കാര്യം കൊണ്ട് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഫലം കായ്ക്കണം. തോട്ടത്തിലാണ്, ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശാഖകളാണ് നമ്മൾ. പക്ഷേ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടി നീക്കിക്കളയും. ഫലം കായ്ക്കുന്ന സ്വർഗത്തിൽ ചെന്നിട്ടല്ല. ഫലം കായ്ക്കുന്നത് എന്നെ നട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ, ഈ സഭയിൽ, ഞാൻ ആയിരിക്കുന്ന ദേശത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, എൻ്റെ അയൽവാസികളുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കണം. കായ്ക്കാത്ത കൊമ്പ്
നീക്കിക്കളയുന്നു. സ്തോത്രം. 15-ന്റെ 6-ാം വാക്യം വായിച്ചേ. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് എന്ത് ചെയ്യുന്നു? തീയിലിടുന്ന പറഞ്ഞാൽ നരകത്തിലിടുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? 80 വയസ്സ് 90 വയസ്സ് വരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഞാൻ കായ്ച്ച ഫലം നിങ്ങളൊന്ന് നോട്ടിലൊന്ന് എഴുതണം. ഞാൻ കർത്താവിനെ അറിഞ്ഞ മുതൽ ഇന്ന് വരെ ഞാൻ കായ്ച്ച ഫലം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇല്ലെങ്കിൽ ദൈവമക്കളെ നല്ല അടക്കം നമുക്കിവിടെ കിട്ടും. പക്ഷെ ഫലം കായ്ക്കാത്ത കൊമ്പാണെങ്കിൽ ദൈവം തമ്പുരാൻ നിന്നെ അവിടുന്ന് വെട്ടിയെറിഞ്ഞ് ചെയ്യും, തീയിലിട്ട് ചുട്ടുകളയും. അത് കത്തുന്ന പൊയ്കയെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്തേലും ഫലങ്ങളുണ്ടല്ലേ ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഫലം എന്ന് പറഞ്ഞാൽ. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാക്കൾ. പ്രൈസ് ദി ലോർഡ്. ഒരു വിത്തിൽ നിന്ന് മറ്റൊരു വിത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആടായാൽ അത് പ്രസവിക്കണം. ദൈവസഭയിൽ ഭാഗ്യത്തിന് മുട്ടാടുകളില്ല കേട്ടോ. ദൈവസഭയിൽ മുട്ടാടുകളില്ല. സ്തോത്രം. സഹോദരിമാരും ഒരാത്മാവിനെ ദൈവസേനയിൽ കൊണ്ടുവരണം. സഹോദരന്മാരും ഒരാത്മാവിനെ ദൈവസേനയിൽ കൊണ്ടുവരണം. ഭാര്യ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് പ്രശംസിക്കരുത്. ഭർത്താവ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഭാര്യയും പ്രശംസിക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരാത്മാവിനെ നേടാൻ ഭാര്യ പ്രാർത്ഥിച്ചു, ഭർത്താവ് സുവിശേഷം പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രതിഫലം ഒരുപോലെയാണ്. നല്ല സഹകരണത്തോടുകൂടെ ഈ നല്ല മുന്തിരിവള്ളിയോട് ചേർന്ന് എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഫലം കായ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നോക്കിക്കേ, ആകാത്ത ഫലം കായ്ച്ചതിനെയൊക്കെയാണ് വെട്ടിക്കളഞ്ഞത്. ആകാത്ത ഫലം ഒന്ന് വായിച്ചേ, വേഗം ഒന്ന് വായിച്ചേ. ആകാത്ത ഫലം, ആകാത്ത ഫലം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം, സ്തോത്രം, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ന്യായം മാത്രമേ ചെയ്യാവൂ, അന്യായം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ അന്യായമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. സഭയോടെ പറയുന്നത്, കൊരിന്ത് സഭയോട് പറയുക, സഭയിൽ വന്നിട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും ന്യായക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ന്യായമല്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പാസ്റ്റർ രക്ഷിക്കപ്പെട്ടതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, കൃപാവരങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ കൊരിന്ത് സഭയ്ക്ക്? ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നോ? സ്തോത്രം. ഇതാ ഞാൻ പറയുന്ന കർത്താവിൻ്റെ വരവെങ്കിൽ ഒത്തിരി പേര് കൈവിടപ്പെട്ടു പോകും. എന്നെ വിദൂരതയിൽ ഇരുന്നു കൊണ്ടൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു ആഴമായി നിങ്ങൾ ചിന്തിക്കണം. അധികകാലം നമുക്ക് നമ്മുടെ മുമ്പിലില്ല. ഈ ഭൂമിയിലെ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് തകർന്ന് താഴെയായി പോകും. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. പക്ഷേ സുനിശ്ചിതമായി നമുക്കൊരു സത്യമറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളനാദത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തര ശരീരം പ്രാപിച്ച് അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് പരമാർത്ഥവും സത്യസന്ധമായ വചനം, എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. സ്തോത്രം. അതുകൊണ്ട് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഉറപ്പ്. ഇനി എന്തൊക്കെയാണ് അതോട്ട് വായിച്ചേ. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ദുർനടപ്പുകാര് കേട്ടോ.
സഭയിൽ വന്നിട്ടും തെറ്റായ നടപ്പ്, നിന്റെ കണ്ണ് ഒരു സ്ത്രീയെ മോഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പുരുഷനെ കാമിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ആ കണ്ണെന്ത് ചെയ്യണമെന്നാ? കത്തി എടുത്തിട്ട് ചുഴന്ന് പുറത്തെടുത്തിട്ട് കൈക്കകത്ത് പിടിച്ചിട്ട് വലിച്ചു പറിച്ചിട്ട് എന്ത് ചെയ്യണം? ദൂരെ എറിഞ്ഞു കളയണം. സ്വർഗരാജ്യം ആർക്ക് കിട്ടും? സ്തോത്രം. സ്വർഗരാജ്യം ഇടുക്കുവാതിലാണിത്. അതിലെ പോകുന്നവർ ചുരുക്കമാ. ദൈവമക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ചുരുക്കമാ. ചില സമയത്തൊക്കെ എൻ്റെ ശരീരം നോക്കുമ്പോൾ വരെ എന്തൊക്കെ ഞാൻ ആളുമാർ മാറാറുണ്ട്. പച്ചയല്ല നമ്മുടെ മാംസം. സ്തോത്രം. ഇന്നുവരെ ഈ ശരീരത്തിന് ഒരു രക്ഷ കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അപാകത വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചടക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമ പറഞ്ഞ് അതിന് പരിഹാരം വരുത്തിക്കൊണ്ട് യേശു രക്തത്തെ കഴുക പ്രാപിച്ചോണം. ദുർനടപ്പുകാർ, വിഗ്രഹ ആരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ആയിരുന്നു, ഇനി ആകരുത്. സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി വന്നിട്ട് അല്പം കുടിക്കാനും വലിക്കാനും പുകയ്ക്കാനും പല്ലുവേദനയാന്ന് പറഞ്ഞുകൊണ്ട് പല്ലിനിടയ്ക്ക് പുകയിലൊന്നും വെക്കരുത്. സ്തോത്രം. വിശുദ്ധിയും വേർപാടും അതുപോലെ പാലിക്കണം, കൃത്യമായി പാലിക്കണം. ഞാൻ എന്തു പാലിക്കുന്നോ അതെൻ്റെ മക്കളെ പഠിപ്പിക്കണം. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഈ ഫലങ്ങളൊക്കെ എന്നിൽ നിന്ന് കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിയെറിഞ്ഞ് തീയിൽ എന്ത് ചെയ്യും? ഇട്ടുകളയും. അവസാനം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. ആമേൻ. വെളിപ്പാട് പുസ്തകം ഈ തീയിലേക്ക് ഇടുന്നത്, ആമേൻ, ആരൊക്കെയാന്ന് വെച്ച് ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെ തീയിലിടും. വെളിപ്പാട് പുസ്തകം, ആമേൻ, 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കും ഫലം കായ്ക്കാത്ത കമ്പുകളാണിത്. സത്യം പറയണം. അതില്ലാതെ നീ ഭോഷ്കു പറഞ്ഞാൽ രക്ഷപ്പെടാൻ, ഒരു ഭോഷ്കു പറഞ്ഞാൽ ദൈവം തമ്പുരാൻ വെട്ടി തീയിലേക്കിടും. സ്വർഗരാജ്യം കിട്ടത്തില്ല. ഒരു ദിവസം ഞാൻ പറയുന്ന കള്ളത്തിൻ്റെ കണക്ക് എഴുതി വെക്കണം. എഴുതണം. ആരെയും കേൾപ്പിക്കണ്ട. രക്ഷപ്പെടാനും കാര്യം നേടാനൊക്കെ ഞാൻ പറഞ്ഞ കള്ളം എഴുതി വെക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കണം, ഞാൻ തീയിലേക്കാണ് പോകുന്നത്. ദൈവത്തോട് ഇന്ന് പകൽക്കാലത്തെ വചന കേൾവിയിൽ ഒരു ഉടമ്പടി ചെയ്യണം. കർത്താവേ, ഇങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? എന്നാൽ ആരെങ്കിലും രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ അതിലാക്കും. അതിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ എല്ലാവരുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഒത്തിരി വചനങ്ങൾ ഇനിയും ഈ വചനത്തിൽ കൂടെ നമുക്ക് ധ്യാനിക്കാനുണ്ട്. വചനത്തിൻ്റെ ഏടുകളിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനങ്ങൾ കൃത്യമായി മനസ്സിലെത്തി ധ്യാനിച്ച് ആ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരായി കർത്താവിനെ നമുക്ക് പിൻപറ്റാം. ഈ പ്രവൃത്തികളാൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് കർത്താവ് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവൻ്റെ പുസ്തകത്തിൽ
പേരില്ലാത്തവരെ എല്ലാം അഗ്നി തടാകത്തിലേക്ക് കർത്താവ് എറിയും. സ്വർഗരാജ്യ പ്രവേശനത്തിന് ജീവന്റെ പുസ്തകത്തിൽ പേരാവശ്യമാണ്. എൻ്റെ പ്രവൃത്തികളിലൂടെ ഞാൻ അറിയാതെ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, നമ്മളെത്ര നിർഭാഗ്യവാന്മാരാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, കൂടുതൽ ശ്രദ്ധയോടെ, ഹല്ലേലൂയ, കൂടുതൽ കരുതലോടെ ദൈവഭയത്തിൽ ഞാൻ വിശുദ്ധിയെ തികയ്ക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് കർത്താവിനോട് അമ്മ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി ഞങ്ങൾക്കത് അനുഗ്രഹമാക്കിയതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്താൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.